ഇവിടെ ഒരു പാകിസ്ഥാൻകാരനായ യുവാവ്, അയാള് പടച്ചുവിട്ട ചില നഗ്ന യാഥാർത്ഥ്യങ്ങൾ എന്ന രൂപത്തിൽ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ നെഞ്ചിലേറ്റിയത് കള്ളങ്ങൾ കൊണ്ടു മാത്രം പടുത്തുയർത്തപ്പെട്ട ഒരു ഗോപുരമായിരുന്നു. അയാൾ പാകിസ്ഥാൻകാരനാണ് എന്ന് തെളിഞ്ഞു. അയാളുടെ പേരെന്താണ് എന്ന് തെളിഞ്ഞു. നമുക്കറിയാം, മലദ്വാർ ഗോൾഡുമായി ഒരു പെണ്ണൊരുത്തി കണ്ണൂരിന്റെ മണ്ണിൽ വന്നിറങ്ങിയ സമയത്ത് പെട്ടെന്ന് അവരെ സുരഭി കാത്തൂണാക്കാൻ വേണ്ടി വ്യഗ്രത കൊണ്ട ഒരു കൂട്ടം മാധ്യമ പരീക്ഷകളെ നമ്മൾ കണ്ടതാണ്. അവര് സുരഭി കാത്തൂൺ അല്ല, സുറാബി കാത്തൂൺ ആണ് എന്ന് മനസ്സിലായിട്ട് പോലും ആ തെറ്റ് തിരുത്താൻ പോലും തയ്യാറായിട്ടില്ല. ഇവിടെ ഇയാൾ ഒരു ഹിന്ദു നാമധാരിയാണ് എന്ന് മറ്റുള്ളവരോടൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പോരാളികളും കൊണ്ടുപിടിച്ച് പരിശ്രമിച്ചെങ്കിലും നമുക്കറിയാം, അധികം വൈകാതെ ഈ യാഥാർത്ഥ്യം എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. ഇവിടെ മുസ്ലിം ജനസംഖ്യ ലോകമാസകലം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന രൂപത്തിൽ ഒരു വാർത്ത പ്രചരിക്കുന്നു. ഇന്ത്യ 2ാം സ്ഥാനത്താണ്. ഇത് കൂടുതൽ നമ്മൾ ഭയപ്പാടോടുകൂടി കാണേണ്ടുന്ന വസ്തുതയാണ്. ഇവിടെ ഹിന്ദുക്കൾ കൂടിയാൽ കുഴപ്പമില്ല, ക്രിസ്ത്യാനികൾ കൂടിയാൽ കുഴപ്പമില്ല, മതേതരന്മാർ കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ മുസ്ലിം ജനസംഖ്യ അധികമായാൽ മാനവികതയ്ക്ക് പ്രശ്നം, മനുഷ്യത്വത്തിന് പ്രശ്നമാണ്, മതേതരത്വത്തിന് പ്രശ്നമാണ്, ജനാധിപത്യത്തിന് പ്രശ്നമാണ്. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമാണ് ഇവർ വർദ്ധിക്കുന്നത്. കുറച്ചങ്ങോട്ടായി കഴിഞ്ഞാൽ ഭൂരിപക്ഷം ഒന്നും വേണമെന്നില്ല, എന്നാൽ തന്നെ ഇവരുടെ രാജ്യത്തിന് വേണ്ടിയുള്ള മുറവിളി കൂട്ടും. ഇതാണ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവനും കാണുന്നത്. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇസ്ലാം മത രാജ്യമാക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസം ബൈജു ശ്രദ്ധിച്ചോ എന്നറിയില്ല, മുസ്ലിം മന്ത്രിയില്ല 3ാമത്തെ മോദി മന്ത്രിസഭയിൽ എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ നിലവിളിയാണ്. പിന്നെ ബൈജു ഇന്റർവ്യൂ ചെയ്ത സാറുണ്ടല്ലോ, അബ്ദുൽ സലാം അല്ലെ, അതുപോലെയുള്ള ആളുകളെ BJP നിർത്തിയിട്ടുണ്ട്. പക്ഷെ അവരെ ജയിപ്പിക്കരുത് എന്ന് പള്ളികൾ മുഖേന വീടാന്തരം കയറി ഇറങ്ങി ഖുർആൻ ക്ലാസ്സുകളിൽ, മദ്രസകളിൽ, മസ്ജിദുകളിലൂടെയൊക്കെ നല്ല രൂപത്തിൽ ഇവര് പ്രചരിപ്പിച്ചിട്ട് ഇപ്പൊ ഇവര് പറയാണ് മുസ്ലിങ്ങളെ മന്ത്രിസഭയിൽ എടുത്തില്ല. ഇവർക്ക് വിജയിപ്പിച്ചുകൂടായിരുന്നു. എന്നിട്ട് ഇവര് മുസ്ലിം ജയിപ്പിച്ചിട്ടല്ലേ ഇവര് പറയേണ്ടത്? നരേന്ദ്രമോദിയുടെ പാർട്ടി നിർത്തിയ ഒരാളെയും ഇവര് വോട്ട് ചെയ്ത് ജയിപ്പിക്കാതെ പിന്നീട് മുസ്ലിം മന്ത്രിയില്ല. അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞു കരയ്യ, റായ്ബറേലിയില് പ്രിയങ്ക ഗാന്ധിയെ നിർത്തിയെങ്കിൽ ജയിക്കുമായിരുന്നു, നരേന്ദ്രമോദി തോക്കുമായിരുന്നു. നനച്ചാ നാം പുലിയെ പിടിപ്പേ, ആന ഉശിരി പോനാലും നനയ്ക്ക മാട്ടെ. ഇവര് കുറച്ചായി കഴിഞ്ഞാൽ ഭൂരിപക്ഷ പ്രദേശങ്ങളില് നോമ്പ് കാലത്ത് ചായക്കട വേണ്ട, ഹോട്ടലുകൾ വേണ്ട, തട്ടമിടാതെ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഫൈസൽ എന്ന് പറഞ്ഞ ഞാൻ ജിമ്മാണ്, അടിച്ച് തല ഞാൻ തകർത്ത്, നമ്മൾ കണ്ടതല്ലേ ഇതൊക്കെ കാണുമ്പോഴേ ധ്രുവറാത്തി ഒന്നും നമുക്കൊരു ഇരയേ അല്ല. ഞാനൊന്നും ഈ വിഷയം ഒരു രൂപത്തിലും എടുത്തിട്ടില്ല. നരേന്ദ്രമോദിയെ തോൽപ്പിച്ചതിന് ധ്രുവറാത്തിക്ക് അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ് മുക്കാൽ മീഡിയകളൊക്കെ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല. കാരണം അത് മൈൻഡ് ചെയ്യേണ്ടുന്ന വസ്തുതയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇവിടെ ജാതിയും മതവും കടത്തുന്നതല്ല, ചില വസ്തുതകൾ പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോ കുവൈത്തില് നമ്മൾ കണ്ടല്ലോ ഒരു തീപിടുത്തം, കുവൈത്തിൽ തന്നെയല്ലേ ഇപ്പൊ തീപിടുത്തം, അതില് ഒരുപാട് പേര് മരിച്ചു നമ്മൾ കണ്ടത്. അവർക്കൊക്കെ നമ്മൾ അനുശോചനം അറിയിക്കുകയും ചെയ്തു. അതില് ഒരു മുസ്ലിം യുവാവുണ്ട്, ഷമീർ എന്ന പേര്, കൊല്ലംകാരനാണെന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയ മുഴുവനും ഷമീറിന് വേണ്ടി മാത്രം ആദരാഞ്ജലികൾ അർപ്പിച്ച് പോസ്റ്റുകൾ. ഞാൻ ഒരുപാട് എനിക്കറിയുന്ന ആളുകളുടെ സൈറ്റുകളിൽ പോയി തപ്പുമ്പോൾ അതെന്താ, മറ്റവരാരും മരിച്ചവരല്ലേ, അവർക്കാർക്കും കുടുംബാംഗങ്ങളില്ലേ, അവർക്കൊന്നും ക്ഷമയും സഹനവും ഒന്നും വേണ്ടേ? ഇവിടെയാണ് മതം. കാരണം മറ്റുള്ളവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് ഇവര് നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതാണ് കുറച്ച് മുസ്ലിം ഭൂരിപക്ഷമായാൽ നമ്മൾ ഭയക്കുന്ന കാര്യം. അതാണ് ഇവരെ കുറച്ച് ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഈ രൂപത്തിൽ എല്ലാവരെയും ഇസ്ലാം മതത്തിന്റെ അണ്ടറിൽ കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നു. ഈ നാട്ടില് ഇവരെ ഇപ്പം ഇന്ത്യ മുസ്ലിങ്ങളുടെ ജനസംഖ്യയിൽ 2ാം സ്ഥാനത്താണെന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാണ്. കാരണം ഈ നാട്ടിൽ ഏകദേശം ഇവരായി കഴിഞ്ഞാൽ മറ്റുള്ളവർ എങ്ങനെ ജീവിക്കും? മറ്റുള്ളവർക്ക് നമ്മള് ഗലീബ് ചലീബ് എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ വിട്ടുപോകേണ്ടി വരും. ഒന്നുകിൽ മരിക്കണം, അതല്ലെങ്കിൽ മതം മാറണം, അതല്ലെങ്കിൽ നാട് വിടണം. ഈ രൂപത്തിലേ നമുക്ക് പോകാൻ പറ്റും. അതല്ലാതെ ഒരു ഹിന്ദുവിന് ഹിന്ദുവായി ജീവിക്കാൻ കഴിയില്ല.
ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ കഴിയില്ല. ഒരു മതേതരന് മതേതരനായിട്ട് ജീവിക്കാൻ കഴിയില്ല. ഇവിടെ ചിന്തിക്കേണ്ടത് ഇതുപോലെയുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ മുമ്പിൽ നിന്ന് നയിക്കുന്ന ചില ക്രിസ്ത്യൻ നാമധാരികളും ഹിന്ദു നാമധാരികളും ഉണ്ടല്ലോ, അവരെയാണ് നമ്മൾ കൂടുതൽ ഭയക്കേണ്ടത്. കാരണം ഇവരുടെ മതത്തിനകത്ത് നിന്ന്, ഈ മതേതര രാജ്യത്തിനകത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർക്കാൻ കൂട്ടുനിൽക്കും. നമുക്കറിയാം, ബംഗാള് മുമ്പ് സഖാക്കൾ ഭരിക്കുന്ന സമയത്ത് അവര് തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവരുവാണ് ചെയ്തത്. ഇന്ന് അതേ രീതി തന്നെയാണ് കേരളവും കൊണ്ടുവരുന്നത്. നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് കേട്ടില്ലേ? ഏതാണ്ട് ഈ ഭരണം അവര് തന്നെ മടുത്തു. ഇവരിനിയിപ്പോ മുസ്ലിങ്ങൾ തമ്മി തല്ലുന്നത് പോലെ ഇവരിനിയും തമ്മി തല്ലാകും. കാരണം നമ്മുടെ രാജാവ് കാരണം മറ്റുള്ളവർക്ക് ഒരു കമ്മിയാണ് എന്ന് പറയാൻ തന്നെ നാണക്കേടുണ്ടാക്കി. അദ്ദേഹത്തിന് മാത്രമായിട്ട് ഡിക്ഷണറി, അദ്ദേഹത്തിന് മാത്രമായിട്ട് ചില പദപ്രയോഗങ്ങൾ, എവിടെ എന്ത് എപ്പോൾ പറയണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ സ്വയം ഒരു സ്വേച്ഛാധിപതിയായി വളരുകയായിരുന്നു പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ആളുകൾ തന്നെ ഇപ്പൊ പറയുന്നു, കിണ്ടി എടുത്ത് വെളിയിലിടുന്ന ദൃശ്യങ്ങൾ നമ്മൾ ബംഗാളിന്ന് ഇവര് ഭരണത്തിൽ കയ്യാളിയതോടെ ഹിന്ദുക്കളോട് ഓടിക്കോളാനെന്നാണ് പ്രതിഷേധ പ്രകടനത്തിലെ മുദ്രാവാക്യം. ഇവിടെയും അത് തന്നെയായിരുന്നു. അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വീട്ടിൽ കാത്തുവെച്ചോ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് വിളിച്ചത് എന്തിനാ? ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊല്ലാനുള്ള ആയുധവുമായി ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ വിചാരിക്കുന്നത് ഹിന്ദുക്കൾ മൊത്തം സംഘികളാണെന്നാ. അല്ല, കാശ്മീരി പണ്ഡിറ്റുകളുടെ ഗതി ബംഗാളിലെ ഹിന്ദുക്കൾക്ക് വരും. അതേ ഗതി കേരളത്തിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വരും. കേരളത്തിലെ ഈ മതേതര ജന്തുക്കൾ ഉണ്ടല്ലോ, ഇവര് മനസ്സിലാക്കുന്നില്ല. ഇത് ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് സംസ്ഥാനങ്ങൾ, ഒരുപാട് ലോക രാജ്യങ്ങൾ, നേതാക്കൾ ഇവരൊക്കെ തുറന്നു പറഞ്ഞിട്ടും ചില നഗ്നസത്യങ്ങളെ ഉൾക്കൊള്ളാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നത് ആ യാഥാർത്ഥ്യങ്ങൾ ഇവര് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഇവര് മനസ്സിലാക്കുന്നില്ല. ആ ബംഗാളിൽ ഇവരെ വളർത്തിയതുപോലെ ഇന്ന് ഇവരെ ഈ കേരളക്കരയിലും മതതീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവരുന്നു. അതുകൊണ്ടാണ് ഹമാസിന് വേണ്ടി ഇവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. കാശ്മീരിൽ ഇന്ന് എന്താ നടക്കുന്നത്? എന്താണ്? റാഫയിലേക്കുള്ള കണ്ണുകൾ തൽക്കാലത്തേക്ക് ഇവർക്കൊന്ന് തിരിച്ചൂടെ? കാശ്മീരിലേക്ക് പറ്റില്ല. സൗദി അറേബ്യയിലെ സൗദികള് യമനികളെ, ലക്ഷക്കണക്കിന് സ്ത്രീകളെ കൊന്നൊടുക്കിയപ്പോൾ, കുട്ടികളെ കൊന്നൊടുക്കിയപ്പോൾ അവരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി നിൽക്കാൻ ഇവർക്ക് സാധിക്കാതെ പോയത് ഇവരുടെ മനുഷ്യത്വമല്ല ഇവിടെയും വർക്കൗട്ട് ആകുന്നത്. ഇവിടെയും ഇവർക്ക് ജാതീയതയാണ്, മതം തന്നെയാണ് ഇവിടെയും ഇവരുടെ അടിസ്ഥാന പ്രശ്നം. അതുകൊണ്ടാണ് നമ്മുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ, മതമാണ് ഞങ്ങളുടെ പ്രശ്നം. അതെ, മതം തന്നെയാണ് പ്രശ്നം. ഹമാസ് എന്ന മുസ്ലിം തീവ്രവാദികൾക്കു വേണ്ടി കരയുന്ന കേരളത്തിലെ ഇടതനും വലതനും ഉണ്ടല്ലോ. ഇവരെ ഗാസക്കാരെ ഷേവ് ചെയ്യാൻ നടക്കുന്നുണ്ടല്ലോ. കാശ്മീരികൾക്ക് മുടിയുണ്ടെന്നേ, അവർക്കും ഷേവ് അനിവാര്യമാണ്. കാശ്മീരി പണ്ഡിറ്റുകളെയും നിങ്ങൾ ഷേവ് ചെയ്യണം. അപ്പൊ മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് നടക്കുക നമ്മുടെ നാട്ടിലെ ചില സംഘടനകള്. ഇത് കണ്ടിട്ട് പോലും നമ്മുടെ നാട്ടിലെ മതേതര ഊളകളായ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മതേതരന്മാർക്കും മനസ്സിലാകുന്നില്ല. ഹിന്ദുക്കളെ, ഇവരെയൊക്കെ മുസ്ലിം തീവ്രവാദികള് വെടിവെച്ചു കൊന്നാൽ പോലും ഇവർക്ക് കരയാൻ സാധിക്കാത്തതും, ഇവര് സേവ് ചെയ്യാൻ വേണ്ടി മെഴുകുതിരിയുമായിട്ട് ഇറങ്ങാൻ കഴിയാത്തതും ഇവരുടെ തലച്ചോറ് മുസ്ലിങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുപോയി പണയം വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇവരെ കൊണ്ട് കഴിയില്ല.